വയനാട്ടിൽ ദുരിതം വിതച്ചുകൊണ്ട് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും എത്തിയിട്ട് ഒരാഴ്ചയാവുകയാണ്. മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ നിന്ന് കണ്ടെടുത്ത ഇനിയും തിരിച്ചറിയാനാകാത്ത 31 പേരുടെ മൃതദേഹങ്ങളും 158 മൃതദേഹ ഭാഗങ്ങളും ഇന്ന് പുത്തുമലയിലെ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൽ സംസ്കരിക്കും. ഓരോ ശരീരഭാഗത്തിനും പ്രത്യേകം കുഴികളെടുത്താണ് സംസ്കാരത്തിന് മുന്നോടിയായി സർവ്വമത പ്രാർത്ഥന നടത്തും. വൈകിട്ട് 3 മണിയോടെ സംസ്കാര ചടങ്ങ് ആരംഭിക്കും. പുത്തുമലയിൽ നിന്ന് അൽ അമീൻ നമുക്കൊപ്പം ചേരുന്നു. അൽ അമീൻ, ഇന്നലെ കുഴിമാടങ്ങൾ ഒരുങ്ങിയതാണ്. അതേ ഇടത്തേക്ക് കൂടുതൽ പേർ അന്ത്യവിശ്രമത്തിനായി ഇന്ന് എത്തുകയാണ്. സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അമീൻ? സുജയ, ഇന്ന് 3 മണിയോടുകൂടിയായിരിക്കും ഇന്നത്തെ സംസ്കാര നടപടികൾ ആരംഭിക്കുക. നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരമനുസരിച്ച് 31 മൃതദേഹങ്ങൾ, അതോടൊപ്പം 160 ശരീരഭാഗങ്ങൾ, അതാണ് ഇന്ന് സംസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കുഴിമാടങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 31 മൃതദേഹങ്ങൾക്ക് പുറമെ 10 കുഴികൾ കൂടി തയ്യാറാക്കി വെക്കാൻ, അത് മുൻകരുതൽ എന്ന രീതിയിൽ തയ്യാറാക്കി വെക്കാനുള്ള നിർദ്ദേശം കൂടി റവന്യൂ അധികൃതർ ഇവിടേക്ക് നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ 2 പേരാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. 3 മണിയാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അതിനു മുൻപ് സംസ്കാര നടപടികൾ ആരംഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഏതായാലും ഈ ദുരന്ത ഭൂമിയിൽ സംസ്കാര ചടങ്ങുകളുടെ ഒരുക്കങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന, അതിന് നേതൃത്വം നടത്തുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മെട്പടി പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ 2 പേർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടപ്പോൾ ഏറ്റവും ഒടുവിൽ എത്ര മൃതദേഹങ്ങൾ സംസ്കരിക്കുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്? എത്ര മണിയോടുകൂടി സംസ്കാരം ആരംഭിക്കും? നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ്. സർവ്വമത പ്രാർത്ഥനയോടുകൂടി എല്ലാവിധ ആദരവോടുകൂടി 3 മണി മുതൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ആദ്യം 31 മൃതശരീരമാണ്, മുഴുവനുമായിട്ടുള്ള 31 മൃതശരീരങ്ങളും അതോടൊപ്പം തന്നെ ഏകദേശം 160ഓളം മൃതശരീര ഭാഗങ്ങളുമാണ് സംസ്കരിക്കുന്നത്. അത് 3 മണിയോടുകൂടി തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. അതിനുള്ള കുഴികളൊക്കെ ഇവിടെ നടന്നു വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ കുഴികളാവുമെന്ന പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു തടസ്സങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടാവും. ഇവിടുത്തെ ക്രമീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 31 പൂർണ്ണ ശരീരങ്ങൾ മറവ് ചെയ്യാനുള്ള കുഴികൾ പൂർണ്ണമായിട്ടും റെഡിയായി വെച്ചിട്ടുണ്ട്. ശരീരഭാഗങ്ങൾക്ക് 160 കുഴികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 സൈഡിലും നിങ്ങളൊക്കെ കണ്ട പോലെ 2 സൈഡിലും ഇറ്റാച്ചുകളും JCBകളും പണിയെടുക്കുന്നുണ്ട്. അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഇത് മറം ചെയ്യുന്ന സമയമാകുമ്പോഴത്തിന് ആ 160 കുഴികളും നമുക്ക് ഇവിടെ ഒരുക്കാൻ കഴിയുന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഉള്ളത്. അതിന്റെ സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ മൃതശരീരങ്ങൾ ഏകദേശം 3 മണിയാണ് നമ്മളോട് സമയം പറഞ്ഞിട്ടുള്ളത്. ആ 3 മണിക്ക് നമുക്ക് ഇന്നലെ 8 മൃതശരീരങ്ങൾ ഇവിടെ മറവ് ചെയ്തു. എല്ലാ ബഹുമതികളോടുകൂടി ആദരവോടും കൂടിയിട്ട് സർവ്വത പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഇത് മറവ് ചെയ്ത്. അതേ രൂപത്തിൽ തന്നെ ഇന്നും അവർക്ക് എല്ലാ സർവ്വമത പ്രാർത്ഥനയും ആദരവും കൂടി മറമാണെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്നലെ ഇവിടെ അതിഥികളായി എത്തിയ ആളുകളുടെ അവർ വരിവരിയായി കിടക്കുന്ന കാഴ്ചയാണ്. 8 മൃതദേഹങ്ങൾ ഇന്നലെ സംസ്കരിച്ചിരുന്നു. ആരാലും തിരിച്ചറിയപ്പെടാതെ പോയവർ, ബന്ധുക്കൾ തിരിച്ചറിയപ്പെടാതെ പോയവർ, അവർക്ക് പേരുണ്ട്, അവർക്ക് ഊരുണ്ട്, അവർക്ക് ബന്ധുക്കളുണ്ട്, അവർക്ക് സ്വന്തക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ ഏക ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവരുടെ ഈ കുഴിമാടങ്ങളിൽ മീസാൻ കല്ല് പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന കല്ലുകളിൽ മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ അക്ഷരങ്ങളും ഈ നമ്പരും ഒക്കെയാണ്. C3 എന്ന പേരിലും C145 എന്ന പേരിലും അങ്ങനെയുള്ള ചില കോഡ് ഭാഷകളിലാണ് ഇപ്പോൾ അവർ അറിയപ്പെടുന്നത്. അവരുടെ DNA നമ്പറുകളാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. DNA പരിശോധനകളൊക്കെ പൂർത്തിയായി, ബന്ധുക്കളുടെ രക്തസാമ്പിളൊക്കെ ശേഖരിച്ച് പരിശോധനകളൊക്കെ പൂർത്തിയാകുമ്പോൾ ഈ നമ്പർ വെച്ചിട്ടായിരിക്കും ബന്ധുക്കൾക്ക് ഭാവിയിൽ ഒരു പക്ഷേ ഇവരെ തിരിച്ചറിയാനാവുക എന്നുള്ളതാണ്. ഇന്നലെ കാലാവസ്ഥ തെളിഞ്ഞു നിന്നിരുന്നു, നല്ല വെയിലായിരുന്നു. ഇന്ന് പക്ഷേ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമുണ്ട്. മഴ പെയ്യുമോ എന്നുള്ള ഒരാശങ്കയുമുണ്ട്. ഏതായാലും പൂർണ്ണാർത്ഥത്തിലുള്ള മൃതദേഹങ്ങൾ അത് 31 എണ്ണമുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ആ 31 പേരെ സംസ്കരിക്കുന്നതിനുള്ള വലിയ കുഴികൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ 10 കുഴികൾ കൂടി കരുതി വയ്ക്കാനുള്ള നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. പിന്നീട് ഈ മൃതശരീരങ്ങൾ അടക്കുന്നതിന് വേണ്ടി, മൃതശരീര ഭാഗങ്ങൾ അടക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ കുഴികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 4 അടി താഴ്ചയിലുള്ള കുഴികളാണ് അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ അതിനുവേണ്ടിയുള്ള ആ ശരീര ഭാഗങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള കുഴികളും തയ്യാറായി വരിക
വരികയാണ്. നേരത്തെ ലഭിച്ചിരുന്നൊരു സൂചന ആ ശരീരഭാഗങ്ങളെല്ലാം കൂടി ഒന്നിച്ച് മറവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം ഓരോ ശരീരഭാഗങ്ങളും ഓരോ മൃതദേഹമാണ് എന്ന് പരിഗണിച്ചുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു ബഹുമതിയോടുകൂടിയുള്ള ഒരു യാത്രയപ്പ് അവർക്കും നൽകണം. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ചെറിയ കുഴി അതാണ് ശരീരഭാഗങ്ങൾ അടക്കം ചെയ്യുന്നതിന് വേണ്ടി സംസ്കരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന കുഴികൾ. ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലെ 64 സെന്റ് ഭൂമിയിലാണ് ഇത്തരത്തിൽ ഇവർക്ക് അന്ത്യവിശ്രമം കൊള്ളുന്നതിനുള്ള ഇടം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. JCB-കൾ അവിടെ പണിയെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 160 ചെറിയ കുഴികളെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. ഒരുപക്ഷേ മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കുമ്പോൾ പൂർണ്ണമായും കുഴികൾ തയ്യാറായി കഴിയില്ല. പക്ഷേ പൂർണ്ണ അർത്ഥത്തിലുള്ള ആ ശരീരഭാഗങ്ങൾ മൃതദേഹങ്ങളെത്തി അവയുടെ സംസ്കാരം പൂർത്തിയാകുന്ന മുറയ്ക്ക് മറ്റു ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള കുഴികളും പൂർത്തിയാകുമെന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. സർവ്വമത പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച. ഈ ഉരുൾ ചുഴറ്റിയെഴിഞ്ഞ ആളുകളെല്ലാം, ഉരുൾ തകർത്തെറിഞ്ഞ ആളുകളെല്ലാം ഒരേ മണ്ണിൽ അടക്കം ചെയ്യുന്നു എന്നുള്ളതാണ്. 5 വർഷം മുമ്പ് പുത്തുമല ദുരന്തത്തിൽ ഇരകളായി ഇപ്പോഴും കാണാതെ പോയ ആളുകൾ പലരും ഒരു പക്ഷേ ഈ മണ്ണിനടിയിലുണ്ടാകാം. അന്നത്തെ ദുരന്തഭൂമിയുടെ ബാക്കി പത്രമാണ്. അന്നൊക്കെ വലിയ ആളനക്കമുള്ള പ്രദേശമായിരുന്നു 5 വർഷം മുമ്പ്. പക്ഷേ 5 വർഷം മുമ്പത്തെ പുത്തുമല ദുരന്തത്തിന് ശേഷം ആളനക്കം നഷ്ടപ്പെട്ട ഒരിടമായി, ഒരു ഏകാന്തത മൂടിയ മണ്ണായി ഈ പ്രദേശം മാറിയിട്ടുണ്ട്. അവിടേക്കാണ് 5 വർഷങ്ങൾക്കിപ്പുറമുള്ള ദുരന്തത്തിൻ്റെ ഇരകളും അന്ത്യവിശ്രമം കൊള്ളാനായി എത്തുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശം, വളരെ കാഴ്ചാഭംഗി നിറഞ്ഞൊരു പ്രദേശം. അവിടമാണ് മൂകമായി നിൽക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഇപ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ. നേരത്തെ സംസാരിച്ച പഞ്ചായത്തിൻ്റെ പ്രതിനിധികളും റവന്യൂ അധികൃതരായ ചില ആളുകളും സന്നദ്ധ പ്രവർത്തകരുമൊക്കെയാണ് ഇപ്പോഴുള്ളത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് 8 പേർക്ക് യാത്രയപ്പ് നൽകാനായി 100 കണക്കിന് ആളുകൾ നാടൊന്നാകെ ഇവിടേക്ക് ഒഴുകിയെത്തിയ കാഴ്ച. സ്വാഭാവികമായും ഇന്ന് അതിലേറെ ആളുകൾ, ഏതാണ്ട് 160 ശരീരഭാഗങ്ങളും 31 മൃതദേഹങ്ങളും എന്ന് പറയുമ്പോൾ 191 പേരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത്. സ്വാഭാവികമായും അത്രയും പേർക്ക് 8 പേരെ യാത്രയയക്കാൻ 100 കണക്കിന് ആളുകൾ സംഘടിച്ചെങ്കിൽ 191 പേരെ യാത്രയയക്കാൻ ഈ നാടൊന്നാകെ ഒരുപക്ഷേ ഇവിടേക്ക് സംഗമിക്കുന്നൊരു കാഴ്ചയ്ക്കായിരിക്കും വൈകുന്നേരം സാക്ഷിയാവുക. 3 മണി എന്നുള്ളതാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയം. പക്ഷേ അതിനു മുൻപ് മൃതദേഹങ്ങൾ എത്തിക്കാനായാൽ, സംസ്കരിക്കാനായാൽ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇവിടെയുള്ള പഞ്ചായത്ത് അധികൃതർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. കാരണം 191 സംസ്കാരം നടക്കുമ്പോൾ അതിന് സമയം ഒരുപാട് വൈകും. ഒരുപാട് സമയമെടുക്കാതെ ആ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി വളരെ നേരത്തെ, സാധിക്കുന്ന കഴിവതും വളരെ നേരത്തെ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക എന്നുള്ളൊരു ആലോചന കൂടി സർക്കാർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഒരു കുഴിമാടമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഈ പ്രദേശത്തെമ്പാടുമുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവരുടെ പ്രിയപ്പെട്ട ഇടമായിരുന്ന സ്ഥലങ്ങളാണ്, അവർക്ക് വേണ്ടപ്പെട്ട ഇടങ്ങളായിരുന്ന സ്ഥലങ്ങളാണ്. അവർ തേയിലനുള്ളി ജീവിതം പൊറ്റിയിരുന്ന തേയിലത്തോട്ടങ്ങൾ ഒരുപാടുള്ള പ്രദേശമാണ്. അവർ ജീവിക്കുന്നതിന് വേണ്ടി തേയിലനുള്ളിയെന്ന മറ്റൊരു പ്രദേശത്താണെങ്കിലും മറ്റൊരു ഭാഗത്താണെങ്കിലും ഇപ്പോൾ അവർ അന്തിയുറങ്ങാൻ വരുന്നതും തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലാണ് എന്നത് ഒരു വല്ലാത്ത പ്രത്യേകതയാണ്. വല്ലാത്തൊരു അനുഭവമുള്ള, വല്ലാത്തൊരു സങ്കടകരമായ കാഴ്ചകൾ മുറ്റി നിൽക്കുന്ന ഒരു അന്തരീക്ഷം. ഓരോ ദിവസം കഴിയും തോറും ഇവിടുത്തെ വേദനയുടെയും ഇവിടുത്തെ പ്രയാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ആശ്വാസത്തിൻ്റെ ഒരു തരിമ്പ് പോലും ഒരിടത്തും കാണാനാകുന്നില്ല. അങ്ങനെയുള്ള ഒരു വാർത്തയും കേൾക്കാനാകാത്ത സാഹചര്യം കൂടിയാണ്. ഇനി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപകടം നടന്നതിന് പിറ്റേന്ന് മുതൽ തന്നെ ആശുപത്രി വരാന്തകളിൽ പരതി നടന്ന ഒരുപാട് ആളുകളുണ്ട്. റിലീഫ് ക്യാമ്പിൻ്റെ ഓരോ മുറികളിലും എത്തിനോക്കി നടന്ന ആളുകളുണ്ട്. തങ്ങളുടെ ബന്ധപ്പെട്ടവർ, തങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഓരോ മൃതദേഹം കണ്ടെടുക്കുമ്പോഴും അതിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് പരതി ഓടി നടന്ന ആളുകൾ നിരവധി ഉണ്ടായിരുന്നു. ഇനി അവരെല്ലാം ഓടിപ്പാഞ്ഞ് വരാൻ പോകുന്നത് ഈ മണ്ണിലേക്കായിരിക്കും, ഈ ഭൂമിയിലേക്കായിരിക്കും. DNA പരിശോധനാ ഫലമൊക്കെ ലഭിച്ചതിന് ശേഷം തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് കഴിഞ്ഞ ആഴ്ച ഇതേ സമയം ആ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന ഉച്ചഭക്ഷണം കഴിച്ച മനുഷ്യരാണ് ഇന്നിപ്പോൾ ഒരാഴ്ചയ്ക്കിപ്പുറമുള്ള ഒരു ഉച്ചനേരമാകുമ്പോഴേക്കും അവർക്കായുള്ള കുഴിമാടങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. കഴിഞ്ഞയാഴ്ച ഈ സമയത്തൊക്കെ അവിടെ മഴയുണ്ടായിരുന്നു. പക്ഷേ ആ മഴ തങ്ങളുടെ ജീവൻ എടുക്കുന്ന ഒരു ഉരുൾപൊട്ടലിലേക്ക് എത്തുമെന്ന് ആ മനുഷ്യരൊന്നും കരുതിയിട്ടുണ്ടാകില്ല. ഇന്നിപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത എല്ലാവരെയും കൂട്ടമായി അവിടേക്ക് എത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ സമയമെടുത്തേക്കാവുന്ന ഒരു സംസ്കാര ചടങ്ങ്, പ്രാർത്ഥനാ ചടങ്ങുകളടക്കം പൂർത്തിയായി. ഇന്നലെ സംസ്കാരം പൂർത്തിയാകുമ്പോൾ രാത്രി വൈകിയിരുന്നു. ഇന്ന് അതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കുറച്ചുകൂടി നേരത്തെ കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയാണോ അവിടെ അമീൻ?
അത്തരം സൂചനകൾ ലഭിക്കുന്നുണ്ട്. സുജയ്, ഇന്നലെ തന്നെ ഈ കുഴിമാടങ്ങൾ പൂർണ്ണമായും പൂർണ്ണാർത്ഥത്തിലുള്ള ശരീരങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള മൃതദേഹങ്ങൾ പൂർണ്ണമായും ഇന്നലെ തന്നെ എടുത്തിരുന്നു. ഇന്നലെ 9 മൃതദേഹങ്ങൾ ഇന്നലെ സംസ്കരിക്കാനായിരുന്നു ഇന്നലെ തീരുമാനിച്ചിരുന്നത്. അതിലൊരു മൃതദേഹം പക്ഷേ അവസാന മണിക്കൂറിൽ ഒരു കുടുംബം തിരിച്ചറിയുകയും അത് അവകാശവാദം ഉന്നയിച്ച മൃതദേഹം അവർ ഏറ്റുവാങ്ങി പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് 8 മൃതദേഹങ്ങളായി ചുരുങ്ങിയതും. ഇന്നലെ സമയം താമസിക്കുന്നതിനും അതായിരുന്നു ഒരു കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അവകാശവാദം ഉന്നയിച്ച് വന്നവർ അത് തെളിയിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമായിരുന്നു. ഒപ്പം DNA പരിശോധനയൊക്കെ നടന്നതിൻ്റെ പ്രോട്ടോകോൾ പാലിക്കണമായിരുന്നു. അങ്ങനെ ചില സാങ്കേതികത്വവുമായി ബന്ധപ്പെട്ട കാലതാമസമാണ് ഇന്നലെ ഉണ്ടായത്. ഇന്ന് പക്ഷേ അത്തരം കാലതാമസങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. നടപടിക്രമങ്ങൾ പെട്ടെന്ന് തീർത്ത് സാധിക്കുമെങ്കിൽ 3 മണി എന്നുള്ളതിന് മുന്നേ തന്നെ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കാനാകുമോ എന്നുള്ളൊരു ആലോചന കൂടി സർക്കാർ നടത്തുന്നുണ്ട്.